വിദേശത്ത് പോയിട്ട് എല്ലാ സമയത്തും വിദേശത്ത് പോയ നാറ്റിക്കൽ തന്നെയാണ് പണി. പിന്നെ ഈ പനോത്തി മോതിര കാര്യമാണ് ഈ പറയുന്നത്. ഇയാൾക്കുള്ള സ്വഭാവം എന്താ പറയുക, എവിടെ പോയാലും കുറേ നെയ്ക്കളവികൾ നൃത്തം ചെയ്യണം അയാളുടെ മുമ്പിൽ, എവിടെ പോയാലും. അപ്പോൾ എന്താ അതിൻ്റെ രഹസ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ഒരു രാജ്യത്തിൻ്റെ നേതാവിനും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എത്രയോ നേതാക്കന്മാർ, 195 രാജ്യങ്ങളത്തെ നേതാക്കന്മാരുണ്ടല്ലോ, ആരും തന്നെ മറ്റുള്ള രാജ്യത്തേക്ക് പോകുമ്പോൾ സ്വന്തം രാജ്യത്തെ കുറേ നെയ്ക്കളവികളായിട്ട് പോയിട്ട് അവിടെ കുറേ നൃത്തം ചവിട്ടികൾ നമ്മൾ കണ്ടിട്ടില്ല. ഇത് എവിടെ പോയാലും കുറച്ച് പിന്നെ തള്ളകളെ കൊണ്ടുപോകും. കുറേ തള്ളകളെ ഡാൻസ് കളിക്കാൻ, കുറേ തള്ളകളെ പുകഴ്ത്തി പറയാൻ, കുറേ തള്ളകളെ മോദി വിളിക്കാൻ ഒക്കെ തള്ളകളായിരിക്കും നെയ്ക്കളവികൾ. അത് ഈ നെയ്യപ്പം നിന്ന 2-3 കാരണ്ട് പറഞ്ഞ പോലത്തെയുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് വന്ന് അവിടെയും കുറേ ഇന്ത്യക്കാരികൾ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്, ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്, ഓസ്ട്രേലിയയിൽ പോയി ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓസ്ട്രേലിയയിൽ ഉണ്ടാവില്ല, അവിടെയും ഡാൻസ് കളിക്കുകയാണ്. കൈയ്യട്ടി ഇങ്ങനെ നോക്കുക ഡാൻസ്, എന്തോ മുമ്പ് ഒരു ഡാൻസ് കാണാനായിട്ട് ചെന്നതുപോലെ ഓസ്ട്രേലിയയിലേക്കൊക്കെ. മാത്രമല്ല ഈ രാജ്യത്തേക്ക് ഇറങ്ങിയ ഭൂലോക വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ട് നാറ്റിക്കുക, ഒരു രാജ്യത്തിനെ മുഴുവൻ നാറ്റിക്കുക. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ വന്നിട്ട് പറഞ്ഞത് എന്താ അറിയോ, ജനുവരി 26-ാം തീയതിയാണ് പിന്നെ റിപ്പബ്ലിക് ദിനം ഇന്ത്യയിലെ. അപ്പോൾ 2-6 എത്രയാണ് 8. ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ജന്മദിനം എന്നാണ് 17. അപ്പോൾ 1-7-8. അതുകൊണ്ട് എന്താണ് എന്തോ വലിയ കാര്യം പറഞ്ഞ പോലെ പറയാണ്. ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് പോയി, അവിടെ പറയാണ് 1-1-2 1-1-2 1-1-11. എന്നിട്ട് അവർ അവിടുത്തെ ആൾക്കാർ പിന്നെ ഇതുപോലത്തെ ഭൂലോക വിഡ്ഢികളൊന്നുമല്ലല്ലോ, അവരൊരു വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ, അവരങ്ങോട്ട് നോക്കുക എന്തൊക്കെ ഇയാൾ പറഞ്ഞു. എന്നിട്ട് ഈ വരച്ചിരിക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ അവിടെ നിന്ന് വന്നതല്ലേ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ, ചിരിച്ചു കൊടുക്കുക, അവർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യനെ നാറ്റിക്കാൻ, ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് വിളിച്ചോതുന്ന പരിപാടികളാണ് ഈ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്നിട്ട് നിങ്ങൾ കൊമൻസിലിട് എന്താണ് ഇയാൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് അറിയുന്നവർ. ഓക്കെ, ഇതാ വരുന്നത്. ഇതാ ഇങ്ങനെ ഇരുന്നിട്ടേ അവിടെ ഒരു പിന്നെ ഇന്തോനേഷ്യയിലേക്ക് വന്നിട്ട് പിന്നെ ഒരു സ്ത്രീ, ഏതൊരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ്, ഞാനറിയില്ല. അപ്പോൾ വന്നിങ്ങനെ ഇരിക്കുക, എങ്ങനെ നോക്കുക ഇടം കണ്ടിട്ട്, എന്താ എൻ്റെ സംഭവം. ആ സ്ത്രീ അപ്പുറത്ത് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്, രാഷ്ട്രപതി ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്. ആ രാഷ്ട്രപതിനെ നോക്കുമ്പോൾ ഇയാളുടെ വിചാരം ഇയാളെ നോക്കുകയെന്നാ. എന്നിട്ട് കണ്ട ഇങ്ങനെ ഇടം കണ്ട് നോക്കുക. മാത്രമല്ല ഇപ്പം ഇനി കാട്ടുന്ന ചില സംഗതികൾ നോക്കി ഇതാ വീണ്ടും ഇടം കണ്ടിട്ട് നോക്കുക. അപ്പോൾ ആ സ്ത്രീ പിന്നെ നോക്കാതിരിക്കുകയാണ്, മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. കള്ളേ നോക്കണില്ലേ, എന്താ ഇതൊക്കെ എൻ്റെ അർത്ഥം. എല്ലാ ക്യാമറയും കാണും, ലോകം മുഴുവൻ കാണും. അത് നോക്കിക്കോ. കണ്ടല്ലേ. അതായത് ആ സ്ത്രീ വന്ന് രാഷ്ട്രപതിനെയാണ് കൈ കൊടുക്കുന്നത്. കാരണം അവർക്ക് അവിടുത്തെ രാഷ്ട്രപതിയുടെ പിന്നെ കാര്യമല്ലോ നോക്കണ്ടുള്ളൂ. രാഷ്ട്രപതിക്ക് കൈ കൊടുക്കുമ്പോൾ ഇയാൾ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് എനിക്ക് ഷെയ്ക്കാൻ്റെ കാട്ടടി എന്ന് പറഞ്ഞിട്ട് കൈയിട്ടിട്ടാണ് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നത്. ഒന്നുകൂടി കൊണ്ടുനോക്കി, എന്തപ്പോൾ അതിൻ്റെ എത്രയും സംസ്കാരം ചെയ്താവരുത്. എന്താ നോക്ക്, അല്ലേ ഇനി സ്ലോ മോഷനിലും കാണിക്കും. ആ രാഷ്ട്രപതി കുടുങ്ങി, ആർക്കപ്പോൾ കൈ കൊടുക്കേണ്ടതെന്ന് അറിയാതെ. അതിനുശേഷം മൂപ്പരോട് നീച്ചു പോവാണ്. എഴുന്നേറ്റ് പോകുമ്പോൾ രാഷ്ട്രപതിനെ നോക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയാൽ മതി സ്റ്റേജിൽ കാട്ടി നോക്ക. തിരിഞ്ഞിട്ട് ആ സ്ത്രീക്ക് അല്ലേ ആ രാഷ്ട്രപതി കുടിക്കും. ആർക്കെതിരെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താണ് ഈ ആർച്ചഭാരത സംസ്കാരം എല്ലായിടത്തും തള്ളി മറിക്കണോ, എല്ലായിടത്തും കാണിക്കണം. ഞങ്ങൾ ആർച്ചഭാരത സംസ്കാരം ഒരു സംസ്കാരമില്ലാത്ത ചെറ്റകളാണെന്ന് എല്ലായിടത്തും കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മനഃപൂർവ്വം കാണിക്കുക. അതും ഈ സ്ഥാനത്തേക്ക് ഇരുന്ന് കാണിച്ചാൽ അവരെന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയില്ലേ ഇതെന്ത് ഇയാൾ ഇങ്ങനെ, അപ്പോൾ മൊത്തം ആ രാജ്യത്തിൻ്റെ പോക്കായിരിക്കും എന്നൊക്കെ പറയില്ലേ. പറയാൻ മാത്രമല്ല, ഇത് ലോകത്തെല്ലാവരും പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇതിപ്പോൾ ഒരു സംഘത്തിൻ്റെ ട്രെൻഡായിക്കൊണ്ട് ഇതൊക്കെ ഭയങ്കര വൈറലാണ്. ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിച്ച് ചിരിക്കണി ഇതൊക്കെ കണ്ടാൽ മതി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക. അതിന് പുറമെയാണ് കുറേ വലിയ ആസനമുള്ള കുറേ സ്ത്രീകളെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുക മനഃപൂർവ്വം. പിന്നെ അതിൻ്റെ പുറമെയാണ് വന്നിട്ട് മോദിനെ കണ്ടത് ഭാഗ്യമായി 14 കൊല്ലം 18 കൊല്ലം വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രാജ്യത്തിരുന്നിട്ട് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, അവിടെ ചെക്കോസ്ലോവാക്യ അവിടെയൊക്കെ ഇരുന്നിട്ട്. ചേട്ടാ നിങ്ങൾക്ക് ആ മോദിനെ കാണത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ പോയി താമസിച്ചാൽ പോരെ? ആരും നിർബന്ധിച്ചോ? നിങ്ങളവിടെ പോയിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് നക്കാൻ പറഞ്ഞു ആരെങ്കിലും? എന്താ വല്ല ഇങ്ങനെ ദാഹിച്ച് നടക്കണ പോലെ. എന്നാൽ ദാഹിച്ചടക്കുന്നത് കുഴപ്പമില്ല, ഇന്ത്യയിൽ ഇരുന്നാൽ മതി. ഡൽഹിയിൽ പോയിട്ട് ഇരിക്കുക, ഡെയിലി കാണാമല്ലോ. എന്നിട്ട് പുകഴ്ത്തി പറയാൻ ദൈവത്തിനെ കണ്ടു എന്നൊക്കെ പറയാം.
എന്താ വെച്ചാൽ ഫുൾ നാടകമാണ്. അതായത് എന്തോ ഒരു ചിത്രം ഉണ്ടാക്കുകയാണ് മോദി എന്ന് പറഞ്ഞാൽ. പിന്നെ ലോകം മുഴുവൻ ഇങ്ങനെ എല്ലാവരും കാത്ത്. അപ്പോൾ നോക്കുമ്പോൾ മറ്റുള്ള ജനങ്ങൾക്കൊരു വിലയില്ല, മറ്റുള്ള രാഷ്ട്രത്തെ ആൾക്കാർക്ക് ഒരു വിലയില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകുക മറ്റൊരു രാഷ്ട്രത്തേക്ക് പുകഴ്ത്തി പറയാൻ. അതൊക്കെയാണ് കാണുന്നത്. എന്തായാലും നിങ്ങൾ ഇന്ത്യക്കാരുടെ പൈസ മുഴുവൻ എങ്ങനെയാണ് പോകുന്നത്, കുറേ പൊട്ടനെ കറങ്ങി നടക്കാൻ. ഒരു പൊട്ടനെ പേറുകയാണെന്ന് ഇന്ത്യ, പേറുകയാണ്, അങ്ങനെ തന്നെ പറയാമല്ലോ. കോടികളാണ് ചിലവ്, 5000 കോടി 6000 കോടിയാണ് ചിലവ് മൂപ്പര ഈ ചുറ്റി നടക്കലിൽ മാത്രം. ജനങ്ങളോട് പറയും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട, യാത്ര ചെയ്യണ്ടെന്ന് പറയും. ഇന്ത്യയിൽ ഇപ്പോൾ കുറേ സ്ഥലത്ത് ചൂടായിരുന്നു മുമ്പ്, ഇപ്പോൾ പിന്നെ ഭയങ്കര വെള്ളപ്പൊക്കമാണ്. മൂപ്പർക്കൊന്നും അറിയണ്ടല്ലോ, ഇങ്ങനെ കറങ്ങി നടക്കാൻ. ഇപ്പോൾ ന്യൂസിലാൻഡ് പോകും, വേറെ എവിടെയൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട്, ജപ്പാനോ സൗത്ത് കൊറിയ എവിടെയൊക്കെ പോകുന്നുണ്ട്. നല്ല സുഖം, മൂപ്പരിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവിടെ പോകുമ്പോൾ ഓരോ സ്ത്രീകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഇങ്ങനെ ഇടം കണ്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് സ്വന്തം വഷളാവും, ലോകത്തെല്ലാവരുടെയും മുമ്പിൽ ഇന്ത്യയും വഷളാക്കും. മൂപ്പർക്ക് സുഖമാണ്. നിങ്ങളവിടെ പിന്നെ പല എന്താണ് എത്തനോളിൽ പെട്രോളിൻ്റെ വില എന്താണ് എണ്ണ എന്താ വെള്ളം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടക്കാന്നല്ലാതെ മൂപ്പർക്കല്ല സുഖം. ഓക്കെ, ഇനി അപ്പോൾ അത് കണ്ടല്ലോ.